കപിലോപാഖ്യാനം. ദേവഹൂതി എന്ന അമ്മ കപിലനോട് ചോദിക്കുകയാണ്, എന്തോ ഒരു കുറവാണ് കുട്ടിയെ അമ്മ നിൽക്കുന്നത്. വേദനകളും ദുഃഖങ്ങളും ഭയവും അമ്മയുടെ മനസ്സിനെ വലയം ചെയ്തിരിക്കുന്നു. ഭർത്താവ് വിട്ടുപോയി, നാളെ നീയും വിട്ടുപോകുമെന്ന് എനിക്കറിയാം. ഈ വേദനകളിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും മുക്തനാകുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മകൻ്റെ മുന്നിൽ നിന്നപ്പോൾ അമ്മയ്ക്ക് തോന്നി, ഞാൻ എൻ്റെ മകനെ ഗുരുവായി ശ്രമിക്കുന്നതാണ് നല്ലതെന്ന്. അമ്മ അങ്ങനെ ശിഷ്യഭാവത്തിലേക്ക് ഉയർന്നു. അതുപോലെ നമ്മളെല്ലാവരും ഭഗവാന്റെ ശിഷ്യന്മാരായിരിക്കണം. ശിഷ്യഭാവത്തിലേക്ക് താഴാത്തിടത്തോളം കാലം ഭഗവാൻ നിശ്ചയിക്കുന്നത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല. പുത്രനെ നമസ്കരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുതുല്യനായ പുത്രനെ നമസ്കരിക്കുന്നു. പുത്ര, ഈ അമ്മയെ അനുഗ്രഹിച്ചാലും കുട്ടി അവിടുത്തെ അനുഗ്രഹത്തിൽ നിന്ന് മാത്രമേ ഈ അമ്മയ്ക്ക് തളർച്ചകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും കരകയറാൻ കഴിയൂ. ഭാഗ്യം ചെയ്തവർക്ക് ചെറുപ്പത്തിലെ തന്നെ അധ്യാത്മ സംസ്കാരം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയിട്ടുണ്ടാകും. അമ്പലത്തിൽ പോയി മനസ്സിനെ ശാന്തമാക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടുത്തെ ശാന്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ശാന്തി, ആനന്ദം, സ്വസ്ഥത ഇതൊന്നും മനസ്സിലല്ല ഭഗവാനിലാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എന്ന് വെച്ചാൽ ശാന്തം എന്നാൽ ഭഗവാൻ എന്നാണ്. അതാണ് ശാന്താകാരം ഭുജനശൈരം പത്മനാഭം സുരേശം എന്ന് പറയുന്നത്. ഭഗവാന്റെ സ്വരൂപമാണ് ശാന്തിയെങ്കിൽ ആ ശാന്തി എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മളിരിക്കുന്ന ശാന്തിയും സ്വസ്ഥതയും അനുഭവിക്കാൻ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നതിനെയാണ് യോഗ എന്ന് പറയുന്നത്. ആരാണോ യോഗ പരിശീലിക്കുന്നത് അവർക്ക് സുഖത്തെയും ദുഃഖത്തെയും ബാലൻസ് ചെയ്യാൻ കഴിയും. ശരീരത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇരിക്കുന്നത് മനസ്സിലാണെങ്കിലും ആ മനസ്സ് ഈശ്വരനിലാണ് ഇരിക്കുന്നതെന്നും മനസ്സിലാക്കിയ ശരീര സംബന്ധമായ പ്രശ്നം നമ്മെ അലട്ടുകയില്ല. അതുകൊണ്ട് അമ്മേ, മനസ്സാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. മനസ്സിലെ ചിന്തകളാണ് എല്ലാ തരത്തിലും കുഴപ്പങ്ങളുണ്ടാക്കുന്നത്. മനസ്സ് വിചാരിച്ചാൽ നമ്മളെ സ്വസ്ഥരും അസ്വസ്ഥരുമാക്കാം. എല്ലാവരും സ്വയം ചോദിക്കണം, എന്താണ് എൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി വേണ്ടത്? സമാധാനമാണോ സ്വസ്ഥതയാണോ? സ്വസ്ഥതയാണ് വേണ്ടതെങ്കിൽ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചോളൂ. ഭക്തിയിലൂടെ മാത്രമേ വിവേകബുദ്ധി ഉണ്ടാകുകയുള്ളൂ. ഭഗവാൻ ഗീതയിൽ പറയുന്നത്, ആരാണോ എന്നെ ഭക്തിയോടുകൂടി ഭജിക്കുന്നത് ഞാൻ അവർക്ക് വിവേകബുദ്ധി കൊടുക്കും എന്നാണ്. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ എന്ത് വേണമെന്ന് തോന്നുമെങ്കിൽ നമുക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ, ഭഗവാനെ ദിവസവും പ്രേമത്തോടുകൂടി സ്മരിക്കുക. ഭഗവാനെ സ്നേഹിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ആദ്യം വേണ്ടത് ജ്ഞാനമാണ്. ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്നെന്താ ജ്ഞാനം വേണം. ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് എന്നിൽ ശ്വാസോച്ഛ്വാസവും അംഗവും പ്രവർത്തിക്കുന്നത് എന്ന് തോന്നണം. പിന്നെ വേണ്ടത് വൈരാഗ്യമാണ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിലെ സകല കാര്യങ്ങളോടുമുള്ള താല്പര്യമില്ലായ്മ എന്നാണ്. അഥവാ ഈശ്വരനോട് മാത്രമുള്ള താല്പര്യം എന്നാണ്. ഭഗവാൻ കൂടെയുണ്ടെന്ന ബോധത്തിൽ ജീവിക്കുക. ശക്തിയുണ്ടെങ്കിൽ ഭക്തിയുണ്ട്. ഭക്തി ഉള്ളത് കൊണ്ടാണ് പ്രഹ്ലാദന് ഹിരണ്യകശിപുവിന് മുന്നിൽ തളരാതെ നിൽക്കാൻ സാധിച്ചത്. പാഞ്ചാലിക്ക് വസ്ത്രാക്ഷേപ സമയത്ത് തളരാതെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഭഗവാനോടുള്ള ഭക്തി കൊണ്ടാണ്. ഭക്തി ഉള്ളതുകൊണ്ടാണ് ഭീഷ്മാചാര്യർക്ക് ശരശയ്യയിൽ മനസ്സ് തളരാതെ കിടക്കാൻ സാധിച്ചത്. ഇതൊക്കെ കേട്ടപ്പോൾ അമ്മ പറയുകയാണ്, കുട്ടി, അമ്മയ്ക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട്, എന്നാൽ ആ അറിവിലേക്ക് ഉയരാൻ എന്നെ സഹായിക്കൂ. അപ്പോൾ അമ്മയ്ക്ക് ശാസ്ത്രീയമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ് പുത്രൻ. ഈ ഭാഗത്തിനെയാണ് സംഖ്യാദർശനം എന്ന് പറയുന്നത്. 2 ശക്തികളാണ്, പുരുഷനും പ്രകൃതിയും. സ്ത്രീ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ 3 ഭാവ ശക്തികളാണ്. അവ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിവയാണ്. മനസ്സ് എപ്പോൾ സ്വസ്ഥവും ശാന്തവും വിവേകത്തോടു കൂടി ഇരിക്കുന്നു, സ്നേഹം, ദയ, വാത്സല്യം തുടങ്ങിയ ഉത്കൃഷ്ട ഗുണങ്ങളിൽ ഇരിക്കുന്നു, അപ്പോൾ നമ്മുടെ മനസ്സ് സത്വഗുണത്തിലാണ്. എപ്പോൾ മനസ്സിൽ ക്രോധ, കാമ, ലോഭമോഹാദികളും സ്വാർത്ഥതയും കടന്നു വരുന്നു, അപ്പോൾ മനസ്സ് രജോ ഗുണത്തിൻ്റെ പിടിയിലാണ്. മനസ്സിൽ ഭയം, സംശയം, മറവി, ഉറക്കം, ആലസം ഇതൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം മനസ്സ് തമോ ഗുണത്തിൻ്റെ പിടിയിലാണെന്ന്. ഈ വികാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. പ്രകൃതിക്ക് പ്രവർത്തിക്കണമെങ്കിൽ പുരുഷൻ വേണം. നമ്മളെല്ലാവരും ഒരേ സമയം പുരുഷനും പ്രകൃതിയും കൂടിച്ചേർന്നവരാണ്. പ്രപഞ്ചം മുഴുവൻ പുരുഷ പ്രകൃതിയുടെ ലീലയാണ്. കൃഷ്ണൻ എന്നാൽ പുരുഷനെന്നും രാധയെന്നാൽ പ്രകൃതിയെന്നും ഉള്ള ദൈവസങ്കല്പമുണ്ട്.
രാമനും സീതയും ശിവനും പാർവതിയും പുരുഷനും പ്രകൃതിയുമാണ്. നമുക്ക് ഓരോരുത്തർക്കും 5 അനുഭവങ്ങളുണ്ട്. കാണുക, കേൾക്കുക, സ്പർശിക്കുക, രുചി അറിയുക, വാസന അറിയുക. ഈ 5 അനുഭവങ്ങളും വന്നിരിക്കുന്നത് പഞ്ചമഹാഭൂതങ്ങളിൽ നിന്നാണ്. ഹിന്ദുക്കൾ ഒരാൾ മരിച്ചാൽ ആദ്യം ചെയ്യുക അയാളുടെ ശരീരം എടുത്ത് നിലത്ത് കിടത്തുകയാണ്. പഴയ വസ്ത്രങ്ങൾ മാറ്റി കുളിപ്പിച്ച് ഒരു കോടിത്തുണിയിൽ പൊതിഞ്ഞ് വിറകിന് മേലെ വെച്ച് അഗ്നിയിൽ സമർപ്പിക്കും. അത് കഴിഞ്ഞാൽ അത് വായുവായി, ആകാശമായി, പഞ്ചഭൂതങ്ങളിൽ വന്ന് നിന്ന് വീണ്ടും പഞ്ചഭൂതങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നു. ഇവിടെ ഒന്നും നശിക്കുന്നില്ല. പിന്നെ നമ്മൾ എന്തിനു ദുഃഖിക്കണം? സന്തോഷമായി ജീവിച്ചൂടെ? വിവേകമുള്ളവരൊന്നും ദുഃഖിക്കാൻ പോകില്ല. പുത്രൻ ഇത്രയും പറഞ്ഞപ്പോൾ അമ്മ പറയുകയാണ്, പറഞ്ഞതെല്ലാം കേമമാണ്, പക്ഷേ ഇതൊക്കെ ഞാൻ മറന്നു പോകുമല്ലോ. എങ്ങനെയാണ് മനസ്സിനെ സ്വസ്ഥതയിലേക്കും ശാന്തിയിലേക്കും കൊണ്ടു നടക്കേണ്ടതെന്ന് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാം. നമ്മൾ സ്വധർമ്മം ആചരിപ്പിക്കണം, സൂക്ഷ്മമായും സ്ഥൂലമായും. അതിനും ഭഗവത് പ്രേമം വേണം. ദിവസവും ഭഗവത് പ്രേമം ഉയർത്തിയെടുക്കാൻ ധ്യാനവും നാമസ്മരണയും ചെയ്യണം. ധ്യാന പ്രക്രിയ പറയുന്നു. ശംഖ, ചക്ര, ഗദ, പത്മധാരിയായ ഭഗവാന്റെ രൂപം മനസ്സിൽ കാണുക. ഭഗവാൻ തന്നെ നോൽക്കുന്നതും കാരുണ്യത്തോടെ പുഞ്ചിരിക്കുന്നതും മനസ്സിൽ ഉറപ്പിക്കുക. എപ്പോഴും പുഞ്ചിരി തൂകിക്കൊണ്ട് ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, ഞാൻ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് പതുക്കെ മനസ്സിനെ പരിശീലിപ്പിച്ചു കൊണ്ടുവരണം. അങ്ങനെ അമ്മയ്ക്ക് ബോധ്യം വരും ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന്. ഉടനെ അമ്മ പറയുകയാണ്, എന്നാൽ എനിക്ക് ശക്തിയോഗത്തെക്കുറിച്ച് ദൃഢമായി പറഞ്ഞു തരും. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനസ്സുകൊണ്ട് എല്ലാവരെയും നമസ്കരിക്കുക. എല്ലാവരിലും ഭഗവാൻ ഇരിക്കുന്നതായി കാണണം. ഭക്ഷണം കൊടുക്കുമ്പോൾ ഭഗവാന് കൊടുക്കുന്നതായി തോന്നാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം. അമ്മേ, എല്ലാവരിലും ഈശ്വരനെ കാണാൻ കഴിയുക. അപ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ജനിക്കണം, വീണ്ടും മരിക്കണം. അമ്മയെങ്കിലും ജീവിതത്തെ നേരെയാക്കൂ. അതിന് ഭക്തിയിൽ മുഴുകി ഭഗവാനെ ദൃഢമായി സേവിക്കൂ. ഭഗവാൻ കൂടെയുണ്ട്. നമ്മൾ ഭഗവാനിലാണ് ഇരിക്കുന്നതെന്ന ബോധ്യം ഒരു നിമിഷം പോലും വിടാതെ കൊണ്ടു നടന്നുള്ളൂ. അമ്മയ്ക്ക് സൽഗതി കിട്ടും. ഇത്രയും പറഞ്ഞ് ഭഗവാൻ തപസ്സിനായി പുറപ്പെട്ടു. വേദതത്വങ്ങളെ എനിക്ക് മനസ്സിലാക്കി തന്ന പുത്രനെ നമസ്കരിച്ചുകൊണ്ട് അമ്മ യാത്രയായി. പുത്രൻ പറഞ്ഞ പ്രകാരം അമ്മ മനസ്സിനെ ഉണർത്തി. പ്രേമത്തോടെ അഭ്യസിച്ചതിൻ്റെ ഫലമായി മനസ്സ് ഭഗവത് സ്മരണയിൽ മുഴുകി. അവസാനം അമ്മ ഭഗവാനെ പ്രാപിച്ചു.